നമസ്കാരം. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളിൽ ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് ജനങ്ങളോടും മാധ്യമങ്ങളോടും സംവദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുലർത്തുന്ന സവിശേഷമായിട്ടുള്ള വാർത്താ സമ്മേളന ശൈലി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിൽ സംസ്ഥാനം ഭരിച്ചിരുന്ന പല മുഖ്യമന്ത്രിമാരും മാധ്യമപ്രവർത്തകരുടെയൊക്കെ തന്നെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി വിഭിന്നമായിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പ്രസ് മീറ്റുകളിൽ കൃത്യതയാർന്ന വാക്കുകളിലൂടെയും തത്സമയ പ്രതികരണങ്ങളിലൂടെയും മാധ്യമങ്ങളെയൊക്കെ തന്നെ അഭിമുഖീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അത് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും പുതിയ ചർച്ചകൾക്ക് വഴിതുറന്നിരിക്കുകയാണ്. മുൻപ് ഭരണത്തിലിരുന്ന നേതാക്കൾ പലരും ചോദ്യങ്ങളോടെ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള ആമുഖ പ്രഭാഷണങ്ങളിലൂടെ സമയം നീട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തിരുന്ന സ്ഥാനത്താണ് ഈ പുതിയ മാറ്റം ഇവിടെ ദൃശ്യമാകുന്നത് എന്നതും ഏറെ പ്രസക്തമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും മുഖ്യമന്ത്രിമാർ മാധ്യമങ്ങളോട് ഇടപെട്ടിരുന്നതിനൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൈലികൾ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനകീയനായ ഒരു നേതാവായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായ മറുപടി ആലോചിച്ചെടുക്കാൻ ചെറിയൊരു സമയം പരസ്യമായി തന്നെ എടുക്കുമായിരുന്നു. അതേസമയം കെ കരുണാകരനാകട്ടെ അങ്ങേയറ്റം തന്ത്രപരമായിട്ടുള്ള മറുപടികളിലൂടെ മാധ്യമപ്രവർത്തകരെ പലപ്പോഴും വഴിതിരിച്ചു വിടുന്നതിലൊക്കെ തന്നെ വിദഗ്ധനായിരുന്നു. എന്നാൽ തൊട്ടു മുൻപത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പത്രസമ്മേളനങ്ങൾ ഏറെക്കുറെ ഏകപക്ഷീയമായ ഒരു പ്രഭാഷണ വേദിയായി മാറിയിരുന്നുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു. കാരണം മണിക്കൂറുകൾ നീളുന്ന പ്രസ് മീറ്റുകളിൽ ഭൂരിഭാഗം സമയവും സ്വന്തം നേട്ടങ്ങൾ വിശദീകരിക്കാൻ മാറ്റിവെക്കുകയും തുടർന്ന് തനിക്ക് താല്പര്യമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യം ചോദിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. മറുപടിക്കപ്പുറം അപ്രിയമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോട് പരസ്യമായി ക്ഷോഭിക്കുന്ന ഒരു ശൈലിയും അവിടെ ദൃശ്യമായിരുന്നു. എന്നാൽ ഈ മുൻധാരണകളെയെല്ലാം അട്ടിമറിക്കുന്നതാണ് നിലവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങൾ. പറയാനുള്ള കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച ശേഷം ബാക്കി സമയം മുഴുവൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കായിട്ട് അദ്ദേഹം പൂർണ്ണമായും തുറന്നുവിടുന്നു. ഭരണരംഗത്തെ സുപ്രധാന തീരുമാനങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഈ ഒരു വാർത്താ സമ്മേളനം എല്ലാ ആഴ്ചകളിലും ജനങ്ങൾ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. വളരെ താല്പര്യത്തോടെയാണ് ജനങ്ങൾ ചാനലുകൾക്ക് മുന്നിലിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് കോവിഡ് മഹാമാരിയുടെയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രളയം പോലുള്ള സാഹചര്യങ്ങളൊക്കെ സമയത്ത് മാത്രമാണ് ജനങ്ങൾ വലിയ ആശങ്കയോടെ ഭരണാധികാരികളെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരുടെ വാക്കുകൾക്കായിട്ട് കാത്തിരുന്നതെങ്കിൽ ഇന്ന് സാധാരണ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും ഈ പ്രസ് മീറ്റുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. വിവാദ വിഷയങ്ങളിൽ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുന്ന രീതി അവസാനിപ്പിച്ച് ആഴ്ചയിലൊരിക്കൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളോടുകൂടി വന്ന് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യം മറുപടി നൽകുന്ന സതീശൻ്റെ തന്ത്രം അത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് വളരെ ആത്മാഭിമാനത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് എന്ന പദ്ധതി ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ ചുവപ്പു നാടയിൽ കുടുങ്ങിപ്പോകുന്നതും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും കാരണം സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു സമ്മതിച്ചു. ഇതിന് പരിഹാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ്, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികളുടെ കാര്യാലയങ്ങൾ എന്നിവയൊക്കെ തന്നെ ഒരേ സമയം ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ സംവിധാനം വരുന്നത്. ഏത് ഫയൽ നിലവിൽ എവിടെയാണെന്ന് ലൈവായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഈ ഒരു സുതാര്യമായിട്ടുള്ള ഭരണശൈലി വികസന പദ്ധതികളുടെ വേഗത വർദ്ധിപ്പിക്കും. സംസ്ഥാനത്തുടനീളം നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികളുടെ കൃത്യമായ പുരോഗതി അറിയാൻ പ്രൊജക്ട് മാപ്പിംഗ് ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം മാധ്യമങ്ങളിൽ നിന്നും വലിയ കയ്യടിയാണ് നേടിയത്. സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നമായിട്ടുള്ള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയെക്കുറിച്ചും വളരെ യുക്തിസഹമായിട്ടുള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ ജനകീയ പ്രതിഷേധങ്ങളും ഭരണപരമായിട്ടുള്ള അബദ്ധങ്ങളും ആവർത്തിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മികച്ചതാണെങ്കിലും കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത, പരിസ്ഥിതി ആഘാതങ്ങൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്നിവ പഠിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. നിലവിലെ ഇടക്കാല സമിതിയുടെ ശുപാർശ പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്കോ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കോ ഇപ്പോൾ കടക്കില്ല. കേവലം യാത്രക്കാരെ മാത്രം ലക്ഷ്യമിട്ടുള്ള റെയിൽ പദ്ധതികൾക്ക് പകരം ചരക്ക് നീക്കം അതുകൂടി സാധ്യമാക്കുന്ന സാമ്പത്തിക മോഡലുകൾ ആലോചിക്കേണ്ടതുണ്ട്. വലിയ തോതിൽ കടമെടുത്ത് നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികളുടെ തിരിച്ചടവ് വരുമാനം ഉറപ്പാക്കാതെ ധൃതി പിടിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംസ്ഥാനത്തെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹം ഇവിടെ പങ്കുവച്ചു. അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള നിയമനങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങളെയും അദ്ദേഹം രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിച്ചു. ഗവൺമെൻറ് ലീഡർമാരുടെയൊക്കെ തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് നിയമനം നടന്നതെന്നും അദ്ദേഹം മറുപടി നൽകി. കോൺഗ്രസ് അനുകൂല അഭിഭാഷക സംഘടന നൽകിയ പട്ടിക അത് കൃത്യമായിട്ട് പരിശോധിച്ച് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ആലോചിച്ചാണ് അന്തിമ തീരുമാനമെടുത്തത്. തിരുവനന്തപുരം ലോ കോളേജിലെ വിദ്യാർത്ഥി സംഘടന ഉന്നയിച്ച ആക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന്
ഇത്തരം സുപ്രധാന നിയമനങ്ങൾ തീരുമാനിക്കുന്നത് വിദ്യാർത്ഥി യൂണിയനുകളല്ലെന്നും മാധ്യമങ്ങളൊക്കെ അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഊതി പിടിപ്പിക്കുകയാണെന്നുമുള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇതോടെ ദിവസങ്ങളായിട്ട് നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ വിവാദത്തിന് താൽക്കാലിക വിരാമമിടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ മന്ത്രി പി രാജീവ് ഉന്നയിച്ച വ്യക്തിപരമായ വിമർശനങ്ങൾക്കും രാഷ്ട്രീയമായ കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. തൻ്റെ ശരീരഭാഷയെ പരിഹസിച്ച മുൻ മന്ത്രി ഒരു വലിയ ബുദ്ധിജീവിയും എഴുത്തുകാരനുമായിരിക്കാമെന്നും എന്നാൽ താൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനാണെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന തൻ്റെ രീതി മറ്റുള്ളവരുടെ ശൈലിയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതില്ല. കൂടാതെ സർക്കാർ പ്ലീഡർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുവെന്ന ആക്ഷേപത്തിന് മുൻ സർക്കാരുകളുടെ കാലത്തെ കൃത്യമായ കണക്കുകളും അദ്ദേഹം നിരത്തി. പിണറായി വിജയൻ്റെ ഭരണകാലത്തും നിലവിലെ നിയമമന്ത്രിയുടെ കാലാവധിയിലുമൊക്കെ തന്നെ എത്രയധികം GP-മാരെ നിയമിച്ചിട്ടുണ്ടെന്ന് എണ്ണി പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിതരണത്തിൽ യാതൊരു തരത്തിലുമുള്ള അഴിമതിക്കും സ്ഥാനമില്ലെന്നും ഓൺലൈൻ സംവിധാനത്തിലൂടെയും അടിയന്തര സാഹചര്യങ്ങളിൽ കൃത്യമായ രേഖകൾ പരിശോധിച്ചു മാത്രമേ പണം അനുവദിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ആ റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചോദ്യത്തോടെ തികച്ചും ഭരണപരമായിട്ടുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് നേരിട്ട് മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ മുന്നിലല്ല വരുന്നത്, മറിച്ച് DGP-യുടെ പക്കലാണ്. DGP അത് പരിശോധിച്ച് നിയമപരമായിട്ടുള്ള ശുപാർശകൾ സമർപ്പിച്ച ശേഷം മാത്രമേ സർക്കാരിന് നടപടിയെടുക്കാനായിട്ട് സാധിക്കൂവെന്ന വസ്തുതയും അദ്ദേഹം മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി. പ്രതിപക്ഷ ഉപനേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് പോലുള്ള LDF-ലെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ രാഷ്ട്രീയ തമാശകളിലൂടെ നേരിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന സന്ദർശകരെക്കുറിച്ചുള്ള വിവാദങ്ങളെയും തള്ളിക്കളഞ്ഞു. താൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണെന്നും സമസ്ത നേതാക്കൾക്കും ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും ഒപ്പം BJP അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി നേതാക്കൾക്കും തൻ്റെ ഓഫീസിൽ വരാൻ അവകാശമുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് എല്ലാവിധ കുനിഷ്ഠ ചോദ്യങ്ങളുടെയും മൂർച്ച കുറയ്ക്കുന്ന മറുപടികളിലൂടെ VD സതീശൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ ഏറെ ചർച്ചയായി മാറുകയാണ്.